ഇന്ന് ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അപ്പോ ഇന്നത്തെ ചിന്ത ഇതാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. വളരെ സന്തോഷം തരുന്ന ഒരു വാക്യമാണ് എന്ന് പകൽക്കാലം നമ്മൾ കേട്ടത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. വാക്യം ബൈബിൾ തുറക്കാൻ പറ്റിയപ്പോൾ എന്നെ ശ്രദ്ധിച്ചത് നമുക്ക് 1-2 ആഴ്ചകളാകുമ്പോൾ അതൊക്കെ ശീലിച്ചു. എല്ലാവരും അപ്പൊ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പിൻ. ആരിലേക്ക് വിശ്വസിക്കണം? എന്നിലും വിശ്വസിക്കണം, ദൈവത്തിലും വിശ്വസിക്കണം. എന്നിലും വിശ്വസിക്കണം, ദൈവത്തിലും വിശ്വസിക്കണം. അപ്പോ ആദ്യം ആരിലും വിശ്വസിക്കണം? ദൈവത്തിൽ വിശ്വസിക്കണം. പിന്നെ പറയുന്ന എന്നെയും വിശ്വസിക്കണം. ഇതാണ് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. യേശു കർത്താവിന്റെ പ്രസംഗ വേളയ്ക്കിടയിൽ യേശു പറഞ്ഞ ഒരു ഭയങ്കരമായ വെളിപ്പാട്. ഇതൊരു പ്രസ്താവനയാണ്. യേശു പറഞ്ഞ പ്രസ്താവന പോലെ ഭൂമിയിൽ ആർക്കും പ്രസ്താവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞതോ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തെ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവുകയാണ്. അവരൊക്കെ വന്ന് പറയും സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട് തരും, പൈപ്പ് ലൈൻ തരും, പിന്നെ വീടൊക്കെ പൊളിഞ്ഞിരിക്കണം, എന്നാ ചെയ്യും? മെയിൻ്റനൻസിന് തരും, വീടില്ലാത്തവർക്ക് വീട് തരും, വീട് വസ്തുവില്ലാത്തവർക്ക് വസ്തു തരും. ഇങ്ങനെ പലതും പറയും. പക്ഷെ നിന്റെ ഹൃദയത്തിന് സമാധാനം തരുവാൻ, നിന്റെ ഹൃദയത്തിന് ആശ്വാസം തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഭയപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. മറ്റൊരു സ്ഥലത്ത് യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ള എല്ലാവരുമേ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരുമേ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആരും കൊടുക്കാത്ത വിഷയങ്ങളാണ് യേശു കൊടുക്കുന്നത്. അവസാനമായി യേശു പറയുന്നു, ഞാൻ എന്റെ പിതാവിന്റെ അടുത്ത് പോകുന്നത് നിങ്ങൾക്ക് നന്ന്, അല്ലെങ്കിൽ പരിശുദ്ധിയാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. മറ്റൊരു ഭാഗത്ത് യേശു പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ പറഞ്ഞ 4 കാര്യങ്ങളും മനുഷ്യന് തരാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഹൃദയം കലങ്ങാതെ വണ്ണം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം തരുവാൻ ആർക്കേ കഴിയുള്ളൂ? ദൈവത്തിനെ കഴിയുള്ളൂ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എന്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. മറ്റൊരു പ്രസ്താവന കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നത് നന്ന്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരികയില്ല. ഹല്ലേലൂയ. വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് യേശു കർത്താവ് ആഹ്വാനം ചെയ്യാം. പിന്നെയും പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്കാണ് ഈ ഭൂമിയിൽ സമാധാനമുള്ളത്? സമ്പത്തുള്ളവർക്ക് ഉള്ളതിന്റെ പ്രശ്നം, ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിന്റെ പ്രശ്നം. അപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണതന്ത്രജ്ഞന്മാരും എല്ലാം ഇപ്പോ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുക. നമുക്കെല്ലാം കാശുണ്ട്, ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അമിതമായതുകൊണ്ട്, ആകാത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോയതുകൊണ്ടും അവര് ലോകത്തിന്റെ മുമ്പിൽ അവർ ചിന്തിച്ചത്, ലോകത്തിന്റെ മുമ്പിൽ വലിയ ബംഗ്ലാവ് പണികൾ, വലിയ വാഹനങ്ങൾ എടുത്ത്, പറ്റുമുമ്പിലൊരു ഹെലികോപ്റ്ററൊക്കെ വന്ന് നിൽക്കാൻ പറ്റുന്നൊരു വീടൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരുടെ മുമ്പിലും ആരോ ആണ് എന്ന് പറഞ്ഞ് ജീവിക്കണം എന്ന മോഹത്തോടു കൂടി വർഷങ്ങളായിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരുന്നവർ പിടിക്കപ്പെട്ടു. അതിന്റെ കൂട്ടത്ത് IAS ഉദ്യോഗസ്ഥന്മാര് പിടിക്കപ്പെട്ടു. പല മേഖലകളിലൂടെ ജനം പിടിക്കപ്പെട്ടിരിക്കുക. ജനത്തിന് എന്തില്ല? സമാധാനം
ഇല്ല. സമ്പത്തുണ്ടെങ്കിലും എന്തില്ല? സമാധാനമില്ല. ഹല്ലേലൂയ. അതാ കഥ പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ സമാധാനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. യേശുവിന്റെ സമാധാനം, യേശുവിന്റെ ചെകിടത്തടിച്ചവനും ചാട്ടമാറിട്ട് കൊണ്ടടിച്ചവരെയും ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സമാധാനം യേശുവിന്റെ പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തോട് പറ്റിയിരിക്കുവാനുള്ള ഒരു മനോഭാവം, ദൈവം നമ്മളോട് പറ്റിയിരിക്കും. ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോ എന്താ യേശു കർത്താവ് അങ്ങനെ പറയാൻ കാരണം? എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ? നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിന് മുന്നമേ അറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിന് മുന്നമേ അറിയാമായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് മുതൽക്കാലം കർത്താവ് പറയുന്നു, നിന്റെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. എന്നെ വിശ്വസിപ്പിൻ, ദൈവത്തിലെ വിശ്വസിപ്പിൻ. പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഹൃദയത്തിന്റെ കലക്കം നിൽക്കും, ഇളക്കം നിൽക്കും, പ്രതികൂലം നിൽക്കും. എല്ലാ മേഖലകളിലും. ഇപ്പൊ നമുക്ക് ജോലി ലഭിച്ചില്ലെങ്കിലും ഒരു കലക്കമാണ്, നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഒരു കലക്കമാണ്, നല്ല വസ്ത്രം കിട്ടിയില്ലെങ്കിലും ഒരു കലക്കമാണ്. എല്ലാം ഉണ്ടായാൽ ഉണ്ടാകുന്നതിന്റെ പ്രശ്നമാണ്, ഇല്ലെങ്കിൽ ഇല്ലാത്തതിന്റെ പ്രശ്നം. കഴിഞ്ഞ ദിവസങ്ങളാരും പറഞ്ഞു, കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നതിന്റെ പ്രശ്നം, ഉള്ളതിന്റെ പ്രശ്നം, ഇല്ലെങ്കിൽ ഇല്ലാത്തതിന്റെ പ്രശ്നം. പെണ്ണാണെങ്കിൽ അതിന്റെ പ്രശ്നം, ആണാണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ. എല്ലായിടത്തും പ്രശ്നമുണ്ട്. ഇതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പൊ നിങ്ങൾ ഇത് പാസ്റ്റർ എന്നാ ചെയ്യണം? യേശുവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നാൽ മതി. യേശു വെച്ചാൽ എനിക്ക് 2 മക്കളെ തന്നു, ഞാൻ അതിന് നിന്റെ കരത്തിൽ തരുന്നു, ഇവരുടെ കാര്യങ്ങൾ ശബ്ദവും ഉചിതവുമാക്കി അങ്ങ് നീ തരുന്നതിനായി സ്തോത്രം. ഇതിനെക്കുറിച്ച് നീ ഭാരപ്പെടരുത്. നിനക്കൊരു കുടുംബം തന്നെങ്കിൽ കുടുംബത്തെ നന്നായി ഭരിക്കുവാൻ പരിജ്ഞാനം തരേണ്ടതിന് ദൈവത്തോട് അപേക്ഷിക്കുക. നിന്റെ ശരീരം നിനക്ക് ദൈവം തന്നെങ്കിൽ അതിനെ സൂക്ഷിക്കാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കുക. ഹല്ലേലൂയ. ഈ ശരീരത്തിന് ഒരുപാട് സ്വഭാവ ഗുണങ്ങളുണ്ട്. അല്ലെ, ഈ ശരീരം പലപ്പോഴും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? മോഹത്തിലേക്കും പാപത്തിലേക്കും മറ്റു പലവിധമായ ലഹരി പദാർത്ഥങ്ങളിലേക്കും ലോകത്തിലേക്കും ഒക്കെ ഈ ശരീരം വലിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവത്തെ നീ ദൈവത്തിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. നിന്റെ ഹൃദയം ഇളകിപ്പോകരുത്. ലോകത്തിലേക്ക് നിന്റെ ഹൃദയം ഇളകിപ്പോകരുത്. പാപത്തിലേക്ക് നിന്റെ ഹൃദയം ഇളകിപ്പോകരുത്. അന്ധകാരത്തിലേക്ക് നിന്റെ മനസ്സിനെ കൊണ്ടുപോകാതെ വണ്ണം നിന്നെ സൂക്ഷിക്കണമെങ്കിൽ നീ ദൈവത്തോട് പറ്റിയിരിക്കണം. ഹല്ലേലൂയ. എന്തിനാ? കുഞ്ഞുങ്ങൾ ജനിച്ച് നടക്കാൻ തുടങ്ങുന്ന കാലഘട്ടത്തില് കുഞ്ഞുങ്ങൾക്ക് 2 പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് പറയാമോ? കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുന്ന സമയത്ത് 2 പ്രത്യേകതകൾ കുഞ്ഞുങ്ങളെ എപ്പോ കണ്ടാലും കാണാം. എന്താണ്? 2 കാര്യങ്ങളാണ്. ഒന്ന്, കുഞ്ഞിന്റെ കാലില് ചിലക്കെട്ടിരിക്കും. 2, കുഞ്ഞ് നടക്കുമ്പോൾ ആരുടെയെങ്കിലും ഒരു വിരല് കുഞ്ഞിന്റെ കയ്യിലേക്കാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവര് വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്നവരും പോലെ ഇരിക്കുന്നുണ്ട്. ഇവരെന്താ കണ്ടിട്ടുണ്ട്? ഒന്നുകിൽ കുഞ്ഞിന്റെ കാലില് നിർബന്ധമായിട്ട് ചിലക്കാവും, അല്ലെങ്കിൽ ഒരു വിരല് നടക്കുന്ന കുഞ്ഞിനെ കാണുന്ന 2 പ്രത്യേകത ചോദിച്ചു. കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോൾ എന്നാ പറഞ്ഞു. അപ്പൊ നടന്നു തുടങ്ങുമ്പോ എന്തിനാണ് കുഞ്ഞിനെ കരം കൊടുക്കുന്നത്? എന്തിനാ കുഞ്ഞിനെ കാലില് ചിലക്കയിടുന്നത്? ചിലക്കെന്ന് പറഞ്ഞ് മനസ്സിലാണ് എന്റെ ഒരു സ്വപ്നമാണ്. കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും അകപ്പെട്ടു പോയാൽ ശബ്ദം കേട്ട് നമ്മൾ വിരട്ടുമ്പോ കുഞ്ഞ് അവിടെ നിന്ന് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പോൾ ഇന്ന സ്ഥലത്ത് കൂടിയാണ് പോകുന്നത്, അവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുരിശിടുന്നത്. ഇനി എന്തിനാ കൈ പിടിച്ച് നടത്തുന്നത്? 1 വീഴാതിരിക്കാൻ, 2 വഴിതെറ്റി പോകാതിരിക്കാൻ. ഹല്ലേലൂയ. വഴി തെറ്റാതിരിക്കണമെങ്കിൽ ഒരു കരം ആവശ്യമാണ് ഈ ഭൂമിയിൽ. നടന്നു തുടങ്ങുന്ന ഒരു പൈതൽ. അങ്ങനെ തന്നെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ദൈവത്തെ അറിഞ്ഞ് നടക്കാൻ തുടങ്ങുന്ന ആളിന് നിർബന്ധമായിട്ടും ഒരു കരം ആവശ്യമാണ്.
ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നിങ്ങളെ പിടിക്കുമെങ്കിൽ, ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് കൈതാങ്ങായിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ വഴിതെറ്റാതെ വീഴാതെ നടപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കലങ്ങിപ്പോകരുത്. വളർന്ന ഒരു ദൈവമൈതന്റെ ഹൃദയത്തിനകത്ത് കലക്കമാണ്. കുഞ്ഞു മക്കളെ കണ്ടിട്ടുണ്ടോ? അടി കൊടുത്താലും ശരിക്കും അടി കൊണ്ട് നല്ല വേദനയാണ്. മുറിഞ്ഞാലും ഒരു അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്യും? വേറൊരു കാര്യം കാണിച്ചിരിക്കും. ഈ അടി എന്ത് ചെയ്യും? മറക്കും. എന്നാൽ വളർന്നു കഴിഞ്ഞാൽ എത്ര സന്തോഷം കൊടുത്താലും സന്തോഷത്തിന്റെ മുകളിൽ ചില ദുഃഖങ്ങളും ഭാരങ്ങളും വെച്ചിരിക്കും. അതുകൊണ്ട് സന്തോഷിക്കാൻ കഴിയാതെ ഹൃദയം കലങ്ങിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. അപ്പൊ കലങ്ങുന്ന ഹൃദയത്തെയാണ് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിട്ട് പറയാം, ഹൃദയം എനിക്കിതാ, നിന്റെ ഹൃദയം എനിക്ക്. ഇന്ന് പലർക്കാലം നിന്റെ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ കലക്കം മാറ്റുവാൻ, നിന്റെ ഹൃദയത്തിന്റെ ചലനം മാറ്റുവാൻ, നിന്റെ ഹൃദയത്തിന്റെ ഭാരം മാറ്റുവാൻ എന്റെ ദൈവം സന്ദർശിക്കും. ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ എത്തുവാൻ കഴിയും. ആമേൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകത്തില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നോക്കൂ, പലപ്പോഴും തിരുവചന യാഥാർത്ഥ്യങ്ങൾ യെശയ്യാ പ്രവചന പുസ്തകം 43:1 വായിക്കുമ്പോൾ, യെശയ്യാവ് 43:1, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചതിന് ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചതുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വല്ല വിധേയരെയും ഒക്കെ കയറി കൂടിയവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കൂടെ രക്തം പാല് കാച്ചും ഒന്നും ഇല്ലാതെ ഇന്നൊരു ദിവസം കിട്ടിയവർക്കായിട്ട് സ്തോത്രം ചെയ്യും. ഇതൊക്കെ ഉണ്ടെങ്കിൽ വരാൻ കഴിയാത്ത അനേകരുണ്ട്. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് പള്ളിയിൽ വന്നവരുമുണ്ട്. അവർക്കായിട്ട് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തെ കാണാനായി വന്നവർക്കായിട്ട് സ്തോത്രം ചെയ്യും. ദൈവകൃപയിൽ ആശ്രയിച്ചവർക്കായിട്ട് സ്തോത്രം ചെയ്യും. ചിലർ കുറെ ക്ലാസ് എന്നെ കുറിച്ചാ പറഞ്ഞത്, നിന്നെ കുറിച്ച് തന്നെയാ പറഞ്ഞത്. പുറത്തുള്ള ആരും കേൾക്കാനല്ല പറഞ്ഞത്, നീ കേൾക്കാൻ തന്നെയാ പറഞ്ഞത്. കാരണം നീ സ്നാനപ്പെടുന്നതിന് മുമ്പ് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തവരാ. ദൈവത്തെ വിട്ട് പിന്മാറിയെന്ന് പറഞ്ഞവരാ. ഞായറാഴ്ച ശബത്ത് ദിവസമാണ്, ശബത്ത് ദിവസത്തെ നീ നന്നായി ആചരിക്കുമെന്ന് പറഞ്ഞിട്ട് കൽപ്പനകൾ ഏറ്റെടുത്തിട്ട് കർത്തൃമേശയിലേക്ക് പോയവനാണ്. ഹല്ലേലൂയ. നീ വീണാൽ നിന്റെ തലമുറ വീഴും. പാപി കഥ പറയുന്നു, നമ്മുടെ തലമുറകൾക്ക് കലക്കം വരാൻ സാധ്യതയുണ്ട്, പ്രതികൂലം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നീ ദൈവത്തിന്റെ അടുക്കലിരുന്നാൽ കലങ്ങി മറിയുന്നതിന്റെ നടുവില് യോർദാൻ നദിയെ മുറിച്ചതുപോലെ ഒരു 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 യോശുവ ഭക്തൻ നിനക്ക് വേണ്ടി വിടുവിട്ടാൽ നിന്റെ കലങ്ങി മറിയുന്ന അവസ്ഥകളെ മാറ്റിയിട്ട് അതിന്റെ നടുവിലൂടെ ഒരു പാതയൊരുക്കുവാൻ ദൈവം നിനക്ക് അഭിഷിക്തനെ അയച്ചു തരും. ഹല്ലേലൂയ. നാം ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടാണ് നാം സ്നാനക്കടവിലേക്ക് പോയത്. എന്ത് തിരക്ക് വന്നാലും ഞായറാഴ്ച ദൈവത്തിന്റെ കൂടെ ഇരിക്കുമെന്ന് തീരുമാനമെടുത്തിട്ടാ സ്നാനക്കടവിൽ പോയത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനകളെ ഏറ്റെടുത്തിട്ടാ സ്നാനക്കടവിൽ പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരാതെ പലപ്പോഴും അന്യം നിന്ന് പോകുന്ന വിശ്വാസങ്ങൾ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. എത്രയോ പേര് ചിന്തിച്ചു സമ്പത്ത് കൊണ്ടെല്ലാം നേടാമെന്ന്, സമ്പത്ത് കൊണ്ടെല്ലാം നേടാമെന്ന്. പക്ഷെ നേടിയവരൊക്കെ ഇന്ന് പ്രതികൂട്ടുകൾക്കകത്ത് കിടക്കുകയാണ്. ഹല്ലേലൂയ. നീ നടത്തേണ്ടുന്നവന്റെ കയ്യിൽ നിന്റെ കരത്തെ കൊടുത്തിട്ട് അവൻ നടത്തുന്നത് പോലെ നീ നടന്നാൽ നിനക്കൊരനർത്ഥവും വരികയില്ല, നിനക്കൊരു പ്രതികൂലം വരികയില്ല. ആ ദൈവത്തിന്റെ കരം നിന്നെ സംരക്ഷിച്ചുകൊള്ളും. ഹല്ലേലൂയ. നീ എപ്പോ ഉന്നതനായാലും നിന്റെ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ഒരു ദൈവാത്മാവിനെക്കുണ്ടെങ്കിൽ അവൻ നിന്നെ നേരിടിക്ക് നടത്തും. ഹല്ലേലൂയ. ശാപത്തിന്റെയും പാപത്തിന്റെയും മോഹത്തിന്റെയും അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വഴി നടത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ.
നോക്കൂ, അതുകൊണ്ട് കർത്താവ് യാക്കോബിനെ വിളിച്ചിട്ട് പറയാ, ഇപ്പോഴും യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. യഹോവയായ ദൈവം നമ്മെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുകയാണ്, നമ്മെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ കൊറോണ വരാത്തത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെടുത്ത തീരുമാനങ്ങളെ ദൈവം കണ്ടെത്തുകയാണ്. നിങ്ങൾക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാർ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ ദൂതൻ വിശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ് എന്റെ മേൽ കൊറോണ ബാധിക്കാതിരിക്കുന്നത്. പലവിധമായ അനർത്ഥങ്ങൾ നിനക്ക് ചുറ്റും പറയപ്പെടുമ്പോഴും നിന്റെ ഭവനത്തെ സംരക്ഷിച്ചിരിക്കുന്നത് നീ പണ്ട് കാലത്തെടുത്ത തീരുമാനത്തില് ഒരിക്കൽ കൂടെ നിൽക്കട്ടെ, ഫലം കാഴ്ചയില്ലായെങ്കിലോ മുറിച്ചു കളയാവുന്ന മധ്യസ്ഥതയുടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു സമയത്ത് കണ്ടുപിടുത്തങ്ങൾ വന്നോ, നിങ്ങൾ നോട്ടുകൾ കൈമാറുമ്പോൾ നോട്ടിനകത്തുകൂടി എന്ത് കൈമാറാൻ സാധ്യതയുണ്ട്? കൊറോണ കൈകാറാൻ സാധ്യതയുണ്ട്. നീ ബിസിനസ് നടത്തിയിട്ട് നിന്റെ കയ്യിൽ ലക്ഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീ എണ്ണിയിട്ട് നിനക്ക് കോവിഡ് വരാത്തത്, നിനക്ക് വേണ്ടി കരയുന്ന ആരോ ഒരാൾ നിന്റെ ഭവനത്തിനകത്തുണ്ട്, നിനക്ക് വേണ്ടി കരയുന്ന ആരോ ഒരാൾ നിന്റെ ജീവിതത്തിനകത്തുണ്ട്, നിനക്ക് വേണ്ടി കരയുന്ന ഒരു സഭയുണ്ട്, നിനക്ക് വേണ്ടി കരയുന്ന ഒരു ദൈവത്തിനുണ്ട്. നിന്നെ സംരക്ഷിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന യാക്കോബ് എന്ന വാക്കിൽ നിന്നും അവന് ഇസ്രായേൽ എന്ന് ദൈവം മാറ്റി. ഹല്ലേലൂയ. യാക്കോബ് എന്ന പേരിന് അർത്ഥം തന്നെ എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു. ഉപായി എന്നാണ്, കാപട്യം പറഞ്ഞിരുന്നവൻ. യാക്കോബിന്റെ പേരല്ല. യാക്കോബ് എന്ന പേരിന് അർത്ഥം ഉപായി, കള്ളത്തനം പറയുന്നവൻ, 24 മണിക്കൂർ കള്ളത്തനം പറയുന്നവൻ, എന്നാൽ മുമ്പിൽ നല്ല പ്രസംഗിട്ട് മാന്യനായിരിക്കുന്നവൻ, ഒരു പ്രശ്നമില്ലായിരുന്നു അഭിനയിച്ചു നിൽക്കുന്നവൻ, ഉപായി യാക്കോബ്. എന്നാൽ ഈ 43-ാമത്തെ യെശയ്യാ പ്രവാചക പുസ്തകത്തിന്റെ 43-ാം അധ്യായത്തിൽ കർത്താവിനെ പറയുക, യാക്കോബെ, നിന്നെ ഇപ്പോ ഞാൻ വിളിച്ചിരിക്കുന്നത് എന്നതായിട്ടാണ്, ഇസ്രായേലായിട്ടാണ്. ഇസ്രായേൽ എന്ന പേരിന് അർത്ഥമല്ല ദൈവത്തിന്റെ സ്വന്തം ജനം. ഉപായിയെ, നീ ഒരു കാലത്ത് ഉപായി ആയിരുന്നു, എന്നാൽ നിന്നെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഒരു ഇസ്രായേലായിട്ടാ, ദൈവത്തിന്റെ ജനമായിട്ട് നിന്നെ വിളിച്ചിരിക്കുകയാ. ദൈവമക്കൾ കേൾക്കുന്നുണ്ടോ? ഒരു കാലത്ത് ഉപായി ആയിരുന്നു, നിന്നെ ഇസ്രായേലെന്ന പേര് മാറ്റി ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാ. ഉപായി ആയിരുന്നപ്പോൾ ദൈവം നിന്നെ നാടുകളത്തി ലാബാന്റെ ഭവനത്തിൽ കുടിയിരുത്തി. ഒത്തിരി വർഷം ഈ ലാബാന്റെ ഭവനത്തിനകത്ത് കഷ്ടം ശ്രമിച്ച് മടങ്ങി വരേണ്ടി വന്നു. ഇപ്പോൾ നീ ഇസ്രായേലാ, ദൈവത്തിന്റെ സ്വന്തം ജനമാ. ഇപ്പോൾ നമ്മൾ ആരാണ്? ദൈവത്തിന്റെ സ്വന്തം ജനം. ഇപ്പോൾ നമ്മൾ ഇസ്രായേലിലാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ വിളിച്ചെന്തിനാ? പണ്ട് വിളിച്ചത് ഉപായിയ. ഉപായി ആയിരുന്നപ്പോൾ എന്തായിരുന്നു പ്രത്യേകത? ശ്രദ്ധിച്ചോ, ഉപായി ആയിരുന്നപ്പോൾ എന്തായിരുന്നു പ്രത്യേകത? ഒന്ന് വാർന്ന പറ, അറിയുന്നവരൊക്കെ ഒന്ന് വാർന്ന് പറഞ്ഞു കൊടുക്കുക, അടുത്തിരിക്കുന്നവരൊന്ന് ബലപ്പെടട്ടെ. കള്ളത്തരം കാണിക്കാൻ പ്രാഗൽഭ്യമുള്ളവനായിരുന്നു യാക്കോബ്. അതുകൊണ്ട് കഷ്ടത സഹിക്കാനായി ദൈവം അവന്റെ ലാബാന്റെ വീട്ടിലേക്ക് അയച്ചു. പ്രൈസ് ഗോഡ്. ഇനി മടങ്ങി കൊണ്ടുവന്നപ്പോൾ വാഗ്ദത്തത്തോടെ കൊണ്ടുവന്നു, ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനം. ഹല്ലേലൂയ. യാക്കോബിന്റെ ദേശത്ത് ക്ഷാമം വരുമെന്ന് ദൈവം നേരത്തെ അറിഞ്ഞിട്ട് ഈ ഇസ്രായേലിലായ യാക്കോബ് മടങ്ങി വന്നു. ഇസ്രായേലായതിനു ശേഷം ഈ ഇസ്രായേലിൽ വാഗ്ദത്തത്താൽ ഈ ദേശത്ത് മടങ്ങി വന്നതാണ്. ഇസ്രായേലിന്റെ രാജ്യത്ത് ക്ഷാമം ഉണ്ടാകുന്ന ദൈവം ദൈവത്തെ അറിഞ്ഞിട്ട് തന്റെ ഇളയ പുത്രനായ യോസേഫിനെ ഇവിടുത്തെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് നാടുകടത്തി അവിടെ അവൻ വളർന്ന് അവിടുത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാക്കി ദൈവം മാറ്റി. എന്നിട്ട് ഇസ്രായേലിനെ ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ട് താമസിപ്പിച്ച് അവന് ഭക്ഷണം കൊടുക്കാൻ ദൈവം സർവശക്തനായിരുന്നു. ഇന്ന് മകൾക്കാരൻ ഞാൻ പറയുകയാ, ഈ യാക്കോബിന്റെ പാരമ്പര്യത്തെ ഇന്ന് മകൾക്കാലം കീറിക്കള. നിന്റെ ഉപായങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് കീറിക്കള. നിന്റെ കാപട്യങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഉരിഞ്ഞുകള. എന്നാൽ നിന്റെ തലമുറയെ കൊണ്ടുപോയി മാനിച്ചിട്ട് അവന്റെ കയ്യിലൂടെ ഭക്ഷ്യവും ധാന്യവും സമൃദ്ധിയും നിനക്ക് തന്ന് നിന്റെ മരണകാലം വരെ നിന്നെ അനുഗ്രഹിക്കാൻ ശക്തനായ ദൈവം ഇന്ന് മകൾക്കാരോട് സംസാരിക്കുകയാ. ഭയപ്പെടേണ്ടതില്ല.
ഹല്ലേലൂയ. നീ ജനിച്ച നാളുകൂടെ ദൈവം നിന്നെ അറിയുന്നു. നിന്റെ യൗവനകാലത്ത് ദൈവം നിന്നെ അറിഞ്ഞു. നിന്റെ മധ്യവയസ്കതയിൽ ദൈവം നിന്നെ അറിഞ്ഞു. നിനക്ക് ഇനി ഒരു വാർദ്ധക്യമുണ്ടെന്നും ദൈവം അറിയുന്നു. ദൈവപിതാക്കന്മാരെ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക. നാളെ നിനക്കൊരു വാർദ്ധക്യമുണ്ട് ഓർക്കുക. അന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ട കാര്യമില്ല. നിന്റെ തലമുറയെ അനുഗ്രഹിക്കാതെ നിനക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. നിന്റെ തലമുറയെ സമൃദ്ധിയോടെ നടത്തിയാലേ നിനക്ക് ജീവൻ കിട്ടത്തുള്ളൂ. നിന്റെ ജീവിതത്തിനകത്ത് സമൃദ്ധി ഉണ്ടാകത്തുള്ളൂ. നിന്റെ പകൽക്കാലം പരിശുദ്ധി അമ്മ പറയുക. നിന്റെ തലമുറയിലൂടെ ഒരു അനുഗ്രഹത്തെ ഇന്ന് പകൽക്കാലം ഉപായങ്ങളെല്ലാം പൊളിഞ്ഞു പോകട്ടെ. വാഗ്ദത്ത സന്തതിയായിട്ട് എഴുന്നേറ്റുക. ഒരു ഇസ്രായേലിനായിട്ട് എഴുന്നേറ്റുക. ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ട് എഴുന്നേറ്റുക. ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ട് ബലമെന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1:8 പറയുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ. കേട്ടോ, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, പരിശുദ്ധിയാത്മാവ് പറയുന്നത് ഒരിക്കൽ നീ മരിച്ചവനായിരുന്നു. ഒരിക്കൽ നീ യാക്കോബായിരുന്നു. ഒരിക്കൽ നീ ഉപായിയായിരുന്നു. കള്ളത്തരത്തിൽ കൂട്ടുന്നതായിരുന്നു. കള്ളത്തരത്തിൽ ജീവിച്ചതായിരുന്നു. പക്ഷെ ദൈവത്തിന് ഇഷ്ടം തോന്നിയിട്ട് നിന്നെ ഈ കൊട്ടാരത്തിനകത്ത് കയറ്റി വേണമെങ്കിൽ ഒരു ഇസ്രായേലിനാകാം. ഇത് നീ തിരിച്ച് യാക്കോബായാലും ദൈവത്തിന് പ്രശ്നമില്ല. ദൈവം വേറെ ദൈവമക്കളെ കൊണ്ടുവന്ന് ഇസ്രായേലിലാക്കി മാറ്റി. എന്നിട്ട് ഇന്ന് പറയുകയാ, ഒരിക്കൽ നീ മരിച്ചവനായിരുന്നു, ഇപ്പോഴോ നീ ആദ്യത്തെയും അവസാനത്തിന്റെയും ഉടയവനായ ദൈവത്തിന്റെ കരത്തിലാണ്. നീ ആൽഫയും ഒമേഗയുമായവന്റെ കരത്തിനകത്താണ്. നിന്റെ ആരംഭവും അവസാനവും ദൈവത്തിന്റെ കരത്തിനകത്താണ്. ഹല്ലേലൂയ. നീ മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും നിന്നെ മരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഈ ജീവിതം എനിക്ക് മടുത്തു എന്ന് നീ പറഞ്ഞാലും നിന്നെ സൃഷ്ടിച്ചവനൊരു പദ്ധതിയുണ്ട്. നിന്നെ സൃഷ്ടിച്ചവനൊരു സമയമുണ്ട്. ആ സമയത്തല്ലാതെ നിന്റെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, അതുകൊണ്ട് അവൻ മരിച്ചു. എന്നാൽ മരിച്ചിട്ട് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു ശബ്ദമേ ഉള്ളൂ. ആ ശബ്ദമാണ് യേശു ക്രിസ്തു എന്ന ശബ്ദം. ഹല്ലേലൂയ. മരിച്ചതിന് ശേഷം ഒരുവന്റെയും ശബ്ദം അങ്ങനെ മുഴങ്ങുന്നില്ല. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ഒക്ടോബർ 2 ഒരു പ്രത്യേകത എന്തായിരുന്നു? ഗാന്ധി ജയന്തി. ഗാന്ധിജി ജനിച്ച ദിവസം. വർഷത്തിൽ ഒരു ദിവസം എല്ലാവരും ഓർമ്മിക്കുന്ന ദിവസം. എന്നാൽ വർഷത്തിൽ 365 ദിവസവും രാവും പകലും ഓർക്കുന്ന ഒരേ ഒരു നാമം യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മന്ത്രവാദികളും ആവിചാരകന്മാരും കണിയാന്മാരും അതുപോലെ തന്നെ പല വിധത്തിൽ കൈനോട്ടക്കാരൊക്കെയും ഭയപ്പെടുന്ന ഒരേ ഒരു നാമം. ഈ പരിപാടികളൊന്നും ചെലവാകാത്ത ഒരു കൂട്ടമുണ്ട്. അതിന്റെ യേശുവിന്റെ കൂട്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈനോട്ടക്കാരന് കാശ് കിട്ടാത്തത് ദൈവമക്കളുടെ കയ്യിൽ നിന്നാണ്. മന്ത്രവാദിക്ക് കാശ് കിട്ടാത്തത് ദൈവമക്കളുടെ കയ്യിൽ നിന്നാണ്. സ്വപ്രദേശ വഴിപാടുകൾ കിട്ടാത്തത് സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്ന ഇസ്രായേലിന്റെ കയ്യിൽ നിന്നാണ്. എന്നാൽ നീ യാക്കോബാണെങ്കിൽ ഇപ്പോഴും ഒളിച്ച് പതുങ്ങി നീ കാണിക്ക ഇടും, കാണിക്ക കൊടുക്കും. എന്നാൽ നീ ഇസ്രായേലിനായാൽ നീ കാണിക്ക കൊടുക്കുകയില്ല, ഇടുകയില്ല. അന്ധകാല ശക്തികൾ പോയി ഓഹരി നീ കൊടുക്കുന്നില്ല. നീ ദൈവത്തിന്റെ സന്തതിയായി മാറ്റപ്പെടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പകൽക്കാലം യേശു എന്ന നാമം സകല നാമങ്ങൾക്ക് മേലായ നാമം. എല്ലാ നാമത്തിലും മേലായതായതുകൊണ്ടാണ് ഭദ്രകാളിയേക്കാളും മേലെ,
മറ്റെല്ലാ വിഗ്രഹ ശക്തികളെക്കാളും മുകളിൽ, എല്ലാ ആഭിചാരകന്മാരെക്കാളും മുകളിൽ, എല്ലാ രോഗശക്തികളെക്കാളും മുകളിൽ, എല്ലാ പാപശക്തികളെക്കാളും മുകളിൽ, എല്ലാ അന്ധകാര ശക്തികളെക്കാളും മുകളിൽ, എല്ലാ ദേശാധിപ ശക്തികളെക്കാളും മുകളിൽ, നിന്റെ രോഗത്തെക്കാൾ വലുത്, നിന്റെ മേലുള്ള ശാപത്തെക്കാൾ വലുത്, നിന്റെ മേലുള്ള ബന്ധനങ്ങളെക്കാൾ വലുത്, എല്ലാ പാപത്തെക്കാളും വലിയൊരു നാമം നാമമായ യേശുവിന്റെ നാമം. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ നാമം നിനക്ക് സകലത്തിനും മീതെ വസിക്കുന്നുണ്ട്. നിന്റെ മേലൊരു ബാധയും ഇനി വരികയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലവിധത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ഒരു ബാധയും നിന്റെ കൂടാതെ നടക്കില്ല. വിഷകരമായ യാതൊന്നും നീ കുടിച്ചാലും നിന്റെ ശരീരത്തിന് ഹാനി വരികയില്ല. ഭയപ്പെടേണ്ടതോ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പിന്നെയും പിന്നെയും നിങ്ങൾ നോക്കി വിളിച്ചു പറയുക. ഹല്ലേലൂയ. ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് ഭാരമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? ഏതെങ്കിലും തരത്തിലൊരു ഭാരം, ലോൺ അടയ്ക്കാനുള്ള ഭാരം, മക്കളെ പഠിപ്പിക്കുന്ന വിഷയത്തിലൊരു ഭാരം, കടബാധ്യതകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ രോഗപരമായിട്ടുള്ള വിഷയങ്ങൾ, സമാധാനമില്ലാത്ത വിഷയങ്ങൾ, കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലായ്മ, ഇങ്ങനെ വ്യത്യസ്ത നിലവാരത്തിലാണ് മനുഷ്യനെ പിശാച് അടക്കി വാഴുന്നത്. എന്നാൽ കർത്താവ് പറയാ, ഭയപ്പെടേണ്ടോ, എല്ലാത്തിനും മേലെ എന്റെ നാമമെന്ന് പറഞ്ഞാൽ മതി, എന്നെ ഞാൻ വിടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് യെരൂശലേമിൽ യേശുക്രിസ്തുവിന്റെ കല്ലറ തുറന്നിരിക്കുന്നു. എന്നാൽ ആരും ഈ കല്ലറയിൽ പുഷ്പചക്രം സമർപ്പിക്കാറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാരങ്ങൾ ചാർത്താറില്ല, കല്ലറയെ ആരാധിക്കുകയും ചെയ്യാറില്ല. യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുക. എന്നാൽ ഈ ഒക്ടോബർ 2-ന് മറ്റുള്ള എല്ലാവരും വന്ന് ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ചവരുടെ ശവകുടീരങ്ങളുടെ പുറത്ത് പുഷ്പചക്രമൊക്കെ വച്ചു പേരെടുത്തു. പക്ഷേ എന്നാൽ യേശുവിന്റെ കല്ലറ തുറന്നു കിടക്കുക. ഒരു പൂക്കളുടെയും ആവശ്യം അവിടെ ഇല്ല. ഹല്ലേലൂയ. ഈ സെന്റ് അടിക്കുന്നത് എവിടെയാ? നാറ്റമുള്ളെടുത്ത, സ്മെല്ലുള്ളെടുത്ത, അല്ലേ? നിങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോഴാണെങ്കിലും സെന്റ് അടിക്കുമോ? എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഉള്ള ആദ്യം എന്ത് വന്നു? സെറ്റും സാമ്പ്രാണിതിരിയും ഒക്കെ നേടുകയും. ഇനി എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? അകത്ത് കിടന്നതൊക്കെ ഇനി പുറത്തേക്ക് വരുന്നത് സ്മെല്ലോടെ വരുന്നു. അപ്പൊ വർഷത്തിൽ ഒരിക്കൽ ഈ ലോക മാനവ ജാതി എന്താ പഠിപ്പിക്കുന്നത്? ഇതിനകത്ത് കിടക്കുന്നവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി പുഷ്പം ഇട്ടിട്ട് പോവുക, ഞങ്ങൾ ഇത്തിരി സമയം പൂക്കളൊക്കെ ഇട്ട് ഇവിടെ സെറ്റൊക്കെ അടിച്ച് ഇതിന്റെ 4 സെറ്റ് കല്ലറ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഞങ്ങളൊന്ന് പോവുകയാണ്. പിന്നാലെ വീണ്ടും ദുർഗന്ധം വരുമെന്നറിയാം. അടുത്ത വർഷം ഞങ്ങൾ വീണ്ടും തരും. എന്നാൽ യേശു ജീവനോടെ കല്ലറ വിട്ട് പുറത്തു വന്നതുകൊണ്ട് ഇനി ആ കല്ലറയിൽ ഒരു സ്മെല്ലില്ല. ഇനി ആ കല്ലറയ്ക്കകത്ത് ഒരു പുഷ്പാർച്ചനയുടെ കാര്യവും ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൽ വിശ്വസിക്കുന്ന മക്കളും കല്ലറകളുടെ ആരാധനകൾ നിർത്തി, കല്ലറ പ്രാർത്ഥനകൾ നിർത്തി, കല്ലറയിൽ ആരും ഇരിക്കുന്നു എന്ന വിശ്വാസമൊക്കെ പോയി. ഹല്ലേലൂയ. ജീവനോടെ ഇരുന്നപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടില്ല. തെറി വിളിച്ച് അടിച്ച പിതാക്കന്മാർക്കൊക്കെ ആ അമ്മമാർക്കൊക്കെ ഇപ്പോ കല്ലറകളിൽ പ്രാർത്ഥന നടത്തുകയാണ്. ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. നോക്കൂ, മനുഷ്യൻ ദൈവത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. മത്തായി സുവിശേഷം 20:20 പറയുന്നു. മത്തായി 20:20. എന്റെ പിതാവ് ആർക്കൊരു
ഹല്ലേലൂയ. കേട്ടോ ദൈവമക്കളെ, എന്നെ ശ്രദ്ധിച്ചാട്ടെ. ആ വാക്യം നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. യേശുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരമ്മ 2 മക്കളെയും കൊണ്ട് വന്നിട്ട് പറയാ, അതേ കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്റെ ഈ മോനെ വലത്തും ഈ മോനെ ഇടത്തും ഇരുത്തിക്കൊള്ളാം. എന്റെ അടുത്ത് ഇതുപോലെ പല അമ്മമാരും അപ്പന്മാരും മക്കളെ കൊണ്ട് വരാറുണ്ട്. പാസ്റ്ററെ, ഇവനെ ഒന്ന് പ്രാർത്ഥിച്ച് ശരിയാക്കണം. മറ്റുള്ളവരോ അവള് നന്നായി പഠിക്കും, അവർക്ക് എന്തെങ്കിലും ഒരു ജോലിയുണ്ട്. ഇവനെ ആരും ഉള്ളവും കയറ്റത്തില്ല. ഇവന് ഗുണം പിടിക്കുകയാണെങ്കിൽ പാസ്റ്റർ എടുത്തോ, ഭർത്താവിന്റെ വേലയ്ക്ക് കൊണ്ടുവയ്ക്കണം. ഇല്ലെങ്കിൽ നല്ലതിനെ എനിക്ക് വേണം, ആകാത്തതിനെ ദൈവത്തിന് എടുക്കും. ഈ ഉപായം പണ്ടും ഉണ്ടായിരുന്നു. യേശുവിന്റെ കാലത്തും ചിലർ യേശുവിന്റെ പിന്നാലെ നടന്നത് പറഞ്ഞു, ഈ മകനെ വലത്തും ഈ മകനെ ഇടത്തും തിരുത്തിക്കൊള്ളണേ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഈ പരിപാടിയൊക്കെ സ്വർഗത്തിലാണ്. എന്നെ സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവം ഇവിടെ അയച്ചിരിക്കുന്നു. സ്വർഗത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കുന്നു. അപ്രകാരം ജീവിക്കുന്നു എങ്കിൽ നിങ്ങളെ വലത്താണോ ഇരുത്തേണ്ടത് ഇടത്താണോ ഇരുത്തേണ്ടതെന്ന് തീരുമാനിക്കാൻ അധികാരമുള്ളത് സ്വർഗത്തിലെ ദൈവത്തിനുമാണ്. ഒരു കാര്യം യേശുവിന് പോലും അതിന്റെ റൈറ്റ് ദൈവം പിതാവ് കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പള്ളി കടന്ന് തുള്ളി ചാടുന്നത് കൊണ്ടോ അട്ടഹാസം കാണിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഞാൻ വലിയ ആത്മീയയാണെന്ന് നടിക്കുന്നത് കൊണ്ടോ ഒന്നും ആരും പ്രസാദിക്കുകയല്ല. കാരണം യേശുവിന്റെ നാമത്തിലാണെങ്കിലും പിതാവ് ഐഡന്റിറ്റി ചെയ്യണം, പിതാവ് അതിനെ മാർപ്പിടണം. ഹല്ലേലൂയ. അല്ലാതെ ഒരു കാരണവശാലും ആരുടെ സന്നിധിയിരിക്കാൻ പറ്റത്തില്ല, ദൈവസന്നിധിയിലിരിക്കാൻ കഴിയത്തില്ല. ഇരുത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. പക്ഷെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിനക്ക് ഞാൻ സാക്ഷ്യം പറയാം, നിന്റെ കൂടെ വരാം, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാം. പക്ഷെ ഒന്നുണ്ട്, നീ ആരോട് കൂടെ ഇരിക്കണം, എന്നോട് കൂടെ ഇരിക്കണം. ദൈവത്തെ നീ വിശ്വസിക്കണം. ദൈവം പറയുന്ന കാര്യങ്ങളെ നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവം പറയുന്ന വാക്കുകളെ നീ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരു കല്യാണം കഴിയുന്ന സമയത്ത് ഈ ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹലോ, കല്യാണം കഴിഞ്ഞവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നാൽ തന്നെ അവരെ ശരിയില്ല, ബാച്ചിലേഴ്സാണ്. വളരെ സ്നേഹമായിട്ടൊക്കെ നടക്കും. പിന്നീട് കല്യാണം കഴിയുന്ന സമയത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഭർത്താവിനൊരു കറുത്ത ഷർട്ട്, എങ്കിൽ ഭാര്യയായിട്ട് സാരി കൊടുക്കും, കറുത്ത സാരി കൊടുക്കും. എന്നിട്ട് ഭർത്താവിനൊരു മുണ്ട് വാങ്ങും, ഏതുമുണ്ട്, കറുത്ത കരകളുമുണ്ട്. എന്നിട്ട് ഒരുമിച്ച് ചുമപ്പ് ഷർട്ടാണ് നടക്കുന്നെങ്കിൽ ചുമപ്പ് ബ്ലൗസ്, ചുമപ്പ് സാരിയും, ചുമപ്പ് മുണ്ടിന്റെ കര, എല്ലാം ഒരു ഐക്യമായി. 5-ാം ദിവസം കഴിയുമ്പോൾ ആദ്യം ഇങ്ങനെ രണ്ടുപേരും കൈ പിടിച്ചോളൂ, ആരെങ്കിലും അവളെ കൊണ്ടുപോയാണ് അത് അവരെ കൊണ്ട് കൈ പിടിച്ചോണ്ടാണ് അവളും ഇങ്ങനെ മുറുകി പിടിക്കും. ഇനി ആരെങ്കിലും കൊണ്ടുപോയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ കൈ വിട്ടുണ്ട്. പിന്നെ മുമ്പിൽ നടക്കും, ഒരാൾ പിന്നിലാണ്. പിന്നെ നീ എന്നപ്പോ ഞാൻ എന്ന് വരാം. പിന്നെ പറയും, നീ പോയാലും കൊള്ളാം, നീ വന്നാലും കൊള്ളാം, എനിക്കൊരു കുഴപ്പവും. ഹല്ലേലൂയ. പക്ഷെ ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് ഈ വ്യവസ്ഥയില്ല. ആരംഭം മുതൽ അവസാനം വരെ ഒരുങ്ങപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചിരിക്കുമെങ്കിൽ, എന്റെ കൽപ്പനകൾ നിങ്ങൾ കേൾക്കുമെങ്കിൽ, നിങ്ങൾ സ്നേഹത്തിൽ മരണം വരെ ജീവിക്കും. ഹല്ലേലൂയ. മരണം വരെ ഈ ആദ്യ അനുഭവം അവസാനം വരെ സൂക്ഷിക്കാൻ പറ്റും. ഹല്ലേലൂയ. പുള്ളിക്കാരൻ പണ്ടത്തെ പോലെ ഇപ്പൊ സ്നേഹമൊന്നുമില്ല എന്ന് പലരും പറയാറുണ്ട്. കാര്യം എന്താ? പണ്ട് നേരത്തെ കുളിച്ച് ഒതുക്കി വൃത്തിയാക്കാൻ കഴിയും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നേ? താമ്പലൊക്കെ മാറി അങ്ങനെ തന്നെയാണ് സ്വന്തം. പണ്ടെങ്ങനെ നിന്നോ അങ്ങനെ ഇപ്പോഴും നിൽക്കണം. ആ സ്നേഹത്തിൽ, ആ ഒതുക്കത്തിൽ നിൽക്കണം. ആ ഭയപ്പെടേണ്ട. എന്തിനു ഭയപ്പെടേണ്ട? നീ ശരിയായില്ല എന്നുള്ള നിന്റെ ഉള്ളിലുള്ള ഭയം നിനക്ക് മാറിക്കിട്ടണം. ഇങ്ങനെ നിങ്ങൾ സ്നേഹത്തിൽ അന്യോന്യം ഇരിക്കണം. ഇതൊക്കെ കർത്താവ് പറയുമ്പോൾ പറയുന്ന ഒരു പ്രധാന വിഷയം, നിങ്ങൾ അടുത്തടുത്ത് ഇരിപ്പാൻ. ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തും ഇരുത്താൻ ഒരമ്മ വന്ന് രഹസ്യത്തിൽ യേശുവിനോട് സംസാരിക്കും. യേശു പറയുന്നു,
ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാൻ, ഞാൻ സഹിക്കുന്ന ഈ ത്യാഗം സഹിപ്പാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. അപ്പൊ അവരെന്താ ചുമ്മാ പറയുന്നു, ഞങ്ങൾക്ക് കഴിയും. യേശുവിനെ മരിച്ച് 3 നാൾ കല്ലറയ്ക്കകത്ത് വെച്ചിരുന്നിട്ട് പുറത്തൊന്നും പോലെ ഇവർക്ക് വരാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ അവര് ചുമ്മാ പറയും കർത്താവിന് അറിയാൻ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇതൊക്കെ ക്രമീകരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. വഴികാട്ടാൻ മാത്രമാണ് എന്റെ ദൈവം അയച്ചത്. യേശു വഴികാട്ടി, യേശു നിങ്ങളെ വിളിച്ചു. യേശു ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, ആരുടെയും ഒരു സഹായമില്ലാതെ, ആരുടെയും ഒരു കരുതലില്ലാതെ ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. എന്റെ യേശുവിന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയും. നോക്കൂ, കർത്താവ് ഒത്തിരി പേരെ സൗഖ്യമയക്കുന്നു. ഒരുപാട് സൗഖ്യങ്ങൾ ദൈവം ചെയ്യുന്നതായിട്ട് നമ്മൾ വചനത്തിൽ എല്ലാ ദിവസവും വായിക്കാറുണ്ട്. കൈവരുന്ന മനുഷ്യനെ സൗഖ്യമാക്കിയത്, മഹോദരമുള്ള ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയത്, 38 വർഷമായിട്ട് ബെഥെസ്ദയുടെ കുളക്കരയില് പക്ഷപാതക്കാരനായി കിടന്നവനെ സൗഖ്യമാക്കിയത്, അതുപോലെ ഒരുപാട് പിറവിയിലെ കുരുടനായവനെ, പിറവിയിലെ മുടന്തനായവനെ ഒക്കെ സൗഖ്യമാക്കി അനേകം അനുഭവങ്ങൾ നമ്മൾ വചനത്തിലൂടെ വായിപ്പാൻ കേൾപ്പാൻ ഇടയായി. അങ്ങനെയാണെങ്കിൽ ഈ യേശു സൗഖ്യമാക്കുന്ന യേശുവാണ്. നീ ഭയപ്പെടേണ്ട, നിന്റെ രോഗത്തെയൊക്കെ സൗഖ്യമാക്കുവാൻ എനിക്ക് കഴിയും. ഇന്ന് പകൽക്കാലം ഈ ദൈവദാസൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല സൗഖ്യമാകുന്നത്, ഈ സൗഖ്യത്തെ, ഈ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളൊരു ദൈവം ഈ ദൈവദാസന്റെ കൂടെ ഉണ്ട് എന്ന്, ആ ദൈവത്താൽ എനിക്ക് സൗഖ്യം വരുത്തുവാൻ കഴിയുമെന്നും നീ വിശ്വസിക്കുമ്പോഴാണ് നീ ഇരിക്കുന്ന ഇടത്ത് ദൈവം നിനക്ക് സൗഖ്യത്തെ പകരുന്നത്. ഹല്ലേലൂയ. കേട്ടോ, ഇന്ന് പകൽക്കാലം നമ്മൾ കണ്ടു, ഒരു മകന് തന്റെ തൊണ്ടയുടെ ഭാഗത്തിൽ വലിയൊരു പുഴ വന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം ചെയ്ത് സൗഖ്യം അയച്ചതുകൊണ്ട് ഒരു മേശവിരിപ്പ് ഇവിടെ കൊണ്ടുവരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കൂ, അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവം സൗഖ്യമാക്കിയതാണ്. അപ്പൊ ആ രോഗത്തെക്കാൾ വലിയവനാണ് ആര്? യേശു. യേശുവിന് അന്നും ഇന്നും എന്നും സൗഖ്യമാക്കുവാൻ യേശുവിനെ കഴിയും. ഹല്ലേലൂയ. അവനെ വിശ്വസിക്കുകയും അവനെ ഉറച്ചിരിക്കുകയും മാത്രമാണ് നമ്മുടെ ആവശ്യം. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 16:20 പറയുന്നു. മർക്കോസ് 16:20. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 19 മുതൽ വായിക്കുമ്പോൾ, എന്റെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേട്ടായിരുന്നു നിങ്ങൾ, യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ സ്വർഗാരോഹണം ചെയ്തു, ഉയർത്തെഴുന്നേറ്റ് വന്നു, 40 പകരം 40 ശിഷ്യന്മാരോട് കൂടെ നടന്നു. അതിനുശേഷം എവിടേക്ക് എടുക്കപ്പെട്ടു? സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എന്നാൽ യേശു ആരോട് കൂടെ ഇരുന്നു? 20-ാം വാക്യത്തിൽ, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടി പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തെങ്കിലും ആത്മാവിനാൽ ആരുടെ ഉള്ളിൽ വന്നു? ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കടന്നു വന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്റെ യേശു സൗഖ്യമാക്കുവാൻ സമർത്ഥനാണ് എന്ന്? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശിഷ്യന്മാര് പ്രസംഗിച്ചു പോയതേ ഉള്ളൂ, പ്രവർത്തിച്ചതാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് യേശു. അപ്പൊ ഞാൻ ഒരിടത്ത് പ്രസംഗിക്കാൻ പോകുന്നു, അവിടെ പ്രവർത്തിക്കുന്നതാണ് യേശു. അപ്പൊ ഞാനിവിടെ പ്രസംഗിക്കാൻ പോയാൽ നിങ്ങൾ എന്റെ മുഖം നോക്കരുത് കേട്ടോ. ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാകാം. ഞാൻ എവിടെയെങ്കിലും പ്രസംഗത്തിന് 10 മിനിറ്റ് ലേറ്റായി, നിങ്ങൾ എന്നെ നോക്കരുത്. പിന്നെ ആര് നോക്കണം? യേശു അവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കൊണ്ടോന്ന് നോക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യം അതിനകത്തുണ്ടോന്ന് നോക്കണം. ഇവിടെ പാട്ടുകൾ പാടുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഒഴുകി വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം വരുന്നുണ്ടോ എന്ന് നോക്കണം. യേശു ഒട്ടേ ഇവിടെ അത്ഭുതം നടത്തി. ഹല്ലേലൂയ.
അവരെല്ലായിടത്തും പ്രസംഗിച്ചു. പ്രസംഗത്തെ ഉറപ്പിക്കാൻ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഹല്ലേലൂയ. പ്രസംഗത്തെ ഉറപ്പിക്കാൻ യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ഭയപ്പെടേണ്ട, നീ ധൈര്യമായി യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു ഡിഗ്രിയും വേണ്ട, ഇത്രയും മാത്രം മതി. യേശു ഇവിടെ ഭൂമിയിൽ വന്നു, ജീവിച്ചു, ജനിച്ചു, നമുക്ക് വേണ്ടി ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ വലതുഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നീ യേശുവിനെ വിളിച്ചാൽ യേശുവിന്റെ ജീവിതത്തിൽ നമുക്ക് ഇറങ്ങി വരും. ഇത്രയും മാത്രം നീ പറഞ്ഞാൽ മതി. നീ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനോട് സംസാരിക്കും. Praise God. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സഹോദരി ഫോണിലൂടെ വിളിച്ച് പ്രാർത്ഥന അപേക്ഷ പറഞ്ഞു. ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഫോൺ നമ്പർ എവിടെ നൽകി? അത് കളീങ്കാരുടെ ഭാഗത്ത് ഒരു ബസ് സ്റ്റോപ്പിൽ ഞാൻ ബസ് കയറാൻ നിന്നപ്പോൾ അവിടെ നിങ്ങളുടെ നെയ്യാറ്റിന്റെ മീറ്റിംഗ് നിങ്ങളുടെ പോസ്റ്റ് അതിനകത്ത് കണ്ടു. എന്നിട്ട് അവിടെ ഒരു ക്യാപ്ഷൻ ഇങ്ങനെ കണ്ടു, നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം മാറും, ഇതിനൊക്കെ പരിഹാരം ഉണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രോഗത്തിൽ നിന്ന് വിടുതൽ, ശാപത്തിൽ നിന്ന് വിടുതൽ, പാപത്തിൽ നിന്ന് വിടുതൽ, അന്ധകാരത്തിൽ നിന്ന് വിടുതൽ, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ, ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ലിസ്റ്റ് അതിൽ കണ്ടു. എന്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയ, ഒന്ന് പ്രാർത്ഥിക്കാമോ? എന്റെ ഭർത്താവ് ഭയങ്കര രോഗിയ, ഒന്ന് പ്രാർത്ഥിക്കാമോ? കണ്ടോ? ആ എഴുത്തിലൂടെയും ചിലരൊക്കെ തിരിച്ചു ത്രാസപ്പെടും. എന്നാൽ ഭർത്താവ് കുടിച്ച് ഇടിക്കിട്ടുന്ന സഹോദരി പോസ്റ്റർ വായിച്ചു. അവരങ്ങോട്ട് അടുത്തു. സമ്പത്ത് നിന്റെ വീട്ടിലുള്ളിടത്തോളം കാലം നീ ആരും തിരിഞ്ഞ് നോക്കുകയല്ല, ദൈവത്തെ തിരിഞ്ഞു നോക്കുക. അപ്പൊ എല്ലാവരുടെയും ചിന്ത, ബ്രദറെ നമുക്ക് സമ്പത്തുള്ളതുകൊണ്ടാണോ ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത? അങ്ങനെയില്ല. 9.5 കോടി സ്വത്തിന്റെ ഉടമയായിരുന്ന പൗലോസ് ദൈവത്തെ ആരാധിച്ചു. സ്വന്തമായിട്ട് ബോട്ടും വള്ളവും ഒക്കെ ഉണ്ടായിരുന്ന പത്രോസ് ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. ഇപ്പോഴും ഒരുപാട് പത്രോസുമാര് ബോട്ടും വള്ളവുമായിട്ട് നടക്കുക. പത്രോസും പൗലോസും എല്ലാം കോട്ടയത്തോട്ട് പോയിക്കഴിഞ്ഞ പത്രോസും കൂട്ടരും എല്ലാം വീട്ടിനകത്ത് ഷെൽഫിനകത്ത് നല്ല ലിക്കറുകൾ വാങ്ങിച്ച് കൂട്ടി വെച്ചിരിക്കുക. ഒരു പത്രോസ് സുവിശേഷം പറഞ്ഞ് അനേകം മക്കളെ മാനസാന്തരപ്പെടുത്തിയപ്പോൾ വേറെ പല പത്രോസുമാരും ഷെൽഫുകളില് എന്ത് നിറച്ചുകൊണ്ടിരിക്കുകയാണ്? വലിയ കൂടിയ വിലപിടിപ്പുള്ള ബോട്ടിലുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ചാരായ ബോട്ടിലുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? പത്രോസേ, നിനക്കും ആത്മാക്കൾ തരാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നീ എല്ലാം വിട്ടേച്ചൊന്ന് പോരാൻ തയ്യാറാണോ? നീ ഭയപ്പെടാതെ എന്റെ കൂടെ നടക്കാൻ തയ്യാറാണോ? നീ പ്രസംഗിച്ചാൽ മതി, ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. കേട്ടോ, ആ വാക്യം എഴുതിയിരിക്കുന്നത്, അവർ പുറപ്പെട്ടെല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വേണ്ടി പുറപ്പെട്ടു വന്ന പ്രസംഗവേദികളിൽ ഇറങ്ങി വന്ന് അത്ഭുതത്തെ ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ആരിവിടെ ഉണ്ട്? യേശുവിടെ ഉണ്ട്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റം വരുത്തുന്നുണ്ട്. നോക്കൂ, ചാരായം കുടിക്കുന്ന ഒരു വ്യക്തി, ഒരു ഉദാഹരണം പറയുന്നു, ഏതെങ്കിലും BEd കോളേജിൽ പോയി പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടെന്ന കാര്യമുണ്ടോ? എന്ന് പറക്കെ ഇല്ല. തെറി വിളിക്കുന്ന ഒരു സഹോദരൻ ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. മാരി അടിക്കുന്ന ഒരു സഹോദരന് ഏതെങ്കിലും കോളേജിൽ പോയി പഠിക്കേണ്ട കാര്യമുണ്ടോ? ഭർത്താവിന്റെ തെറി വിളിക്കുന്ന സഹോദരിക്ക് ഏതെങ്കിലും കോളേജിൽ പോയി പഠിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കോളേജിലും പോകാതെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം യേശു വിളിക്കുകയാണ്, ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ മാറ്റിയിട്ട് നീ BEd കോളേജിൽ പഠിച്ചിറങ്ങിയ പരിജ്ഞാനം ഞാൻ നിനക്ക് തരാം. ഒരു 10 ദിവസം എന്റെ വചനത്തിന്റെ കീഴൊന്ന് ഇരിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ബുദ്ധിയെ ഉപദേശിച്ച് നിനക്ക് ജ്ഞാനത്തെ പകർന്ന് നിന്നെ ബുദ്ധിമാനാക്കി ജ്ഞാനിയാക്കി ജാതികളുടെ ഇടയിൽ നിന്നെ നിർത്താം. ഹല്ലേലൂയ. നോക്കൂ, ഇന്ന് പകൽക്കാലം നമ്മെ ഉറപ്പിക്കുന്നവനായ ദൈവം. എബ്രായർ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ, എബ്രായർ ലേഖനം 7:25,
ഹല്ലേലൂയ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ. അപ്പോ നമുക്ക് വേണ്ടി എല്ലാ ദിവസവും ആര് പക്ഷപാതം ചെയ്യും? ആര് പക്ഷപാതം ചെയ്യും? യേശു പക്ഷപാതം ചെയ്യും. നമുക്ക് ഒരു കൊച്ചുദാഹരണം. ഞാൻ എന്റെ കുഞ്ഞിനെ അടിക്കാൻ പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും അമ്മ ഇടയ്ക്ക് വിടുന്നിട്ട് തന്നെ പറയും, അവനെ അടിക്കരുത്. കുഞ്ഞിനെ അടിക്കാൻ പിടിക്കുമ്പോ ആര് എന്ത് ചെയ്യും? ഇടയ്ക്ക് നിന്ന് പക്ഷപാതം ചെയ്യും. ഇല്ല, ഇന്നത്തേക്ക് ഒരു ദിവസം അവനെ ഉപദ്രവിക്കരുത്, ഇന്നത്തേക്ക് അവനെ വിട്ടേക്ക്, അവൻ നാളെ തൊട്ട് ശരിയാവും. ഇടയ്ക്ക് നിന്ന് പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവനെ മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ പറഞ്ഞു ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പക്ഷപാതം ചെയ്യാനേ പറ്റത്തുള്ളൂ. യേശു പറയാ, എനിക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇവനോട് ക്ഷമിക്കണമേ ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ. വിടുവിക്കുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. യേശു എന്ന് പറഞ്ഞ കാലം നമ്മളെ വിളിച്ചിട്ട് പറയാ, നിങ്ങളെ വിടുവിപ്പാൻ യേശു ശക്തനാണ്. അവനെ തന്നെ ആശ്രയിച്ചുകൊണ്ട്, അവനെ തന്നെ ചേർത്തിരുന്നുകൊണ്ട്, അതുകൊണ്ട് അവൻ മുഖാന്തരമായി നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുവാൻ അവൻ നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട്, കർത്താവേ എനിക്ക് ഒറ്റയ്ക്ക് കഴിയത്തില്ല, എനിക്ക് വേണ്ടി എന്റെ യേശു പക്ഷപാതം ചെയ്യണം, എന്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യണം, എന്റെ യേശു എനിക്ക് വേണ്ടി എന്റെ ജീവിതത്തിൽ കൊണ്ട് ക്രമമാക്കി തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവേ, ഭയപ്പാടാതെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ നീ എനിക്കായി പക്ഷപാതം ചെയ്ത് എന്റെ കുറവുകൾ പിതാവായ ദൈവത്തോട് സംസാരിച്ച് എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഭയമില്ലാതെ ഈ ഭൂമിയിൽ വാഴുവാൻ എനിക്ക് കൃപ നൽകണമേ. അപ്രകാരം പ്രാർത്ഥിപ്പാൻ എല്ലാ ദൈവമക്കളെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ.